ഷായിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കടന്നപ്പോൾ ഒരു പാമ്പും കുട്ടി ഷായിട്ട് ശരിക്കും എന്നെ ചവിട്ടി. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വൃത്തിയാക്കാന്ന് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങി പറമ്പിലിരിക്കാൻ. അത് നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റിന് കേട്ടോ അവർക്ക് മേടിച്ചു കൊടുക്കുക. അവർക്ക് അവർക്ക് ഈ ചാണുണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ കേട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. ഇന്നുണ്ടല്ലോ രാവിലെ നമുക്കൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് 2 വഴുതനങ്ങ അരിയണം. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ശരിക്കും നമ്മുടെ വീഡിയോയിലുണ്ടല്ലോ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കുമെന്നായിരുന്നു കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഫുൾ ഡേ അവൾക്ക് കൊടുക്കണ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. നമുക്കപ്പോൾ കറിക്ക് ഇത്രയും മതി കേട്ടോ. വായോ അമ്മയുടെ കുട്ടികൾ വായോ എല്ലാവരും വാ. റൊണാൾഡോ, മർഡോണ, മെസ്സി, കല്യാണി, ബോൾട്ട്, നെയ്മർ ഓടിയായോ. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് രാവിലെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പാല് തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് അവിലൊക്കെ ഇട്ടിട്ടാട്ടോ അവർക്ക് കൊടുക്കണേ. എന്തേ ഓടിപ്പോയേ ഇത്തിരി നേരം വൈകി കുറച്ച് പിണക്കൊക്കെ ഉണ്ട് കഴിച്ച് അവസാനിപ്പിക്കാൻ. വാ ഓടിയോ ഓടിയോ വാ കഴിക്ക്. വാ മെസ്സി കുട്ടാ, പ്ലാറ്റിനി, റൊണാൾഡോ ഓടി വാ. ഓരോട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ പേളിക്കുട്ടി വന്നു. ഞാനിത് അവൾക്ക് പാല് വെച്ച് കൊടുത്തു കേട്ടോ. അവൾ ഇന്നോട്ട് എന്താ പറയുക സ്വാതന്ത്ര്യം കൊടുത്തു നോക്കുകയാണ്. ഞാൻ കെട്ടിയിടണമൊന്നുമില്ല. ഇനി കുട്ടികളുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. മെസ്സി കൂട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇരിക്കില്ലേ. ഇപ്പോൾ ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളുകളും അതേപോലെ എല്ലാവരും കൂടി ഉണ്ട്. നമ്മുടെ പേളിക്കുട്ടി ഉണ്ട്. പക്ഷെ അവന് വെള്ളത്തിൽ പോയിരിക്കും. പേളിക്കുട്ടിയുടെ രണ്ടോ മുമ്പായതപ്പം നടക്കണവർ. ഇതുകൊണ്ടാണ് അമ്മേനെയും മക്കളും ഒരുമിച്ച് വിടാൻ പറ്റാണ്ടാവണത്. അവരത് മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് നടക്കണേ. ഒരു തൊയിലും കൊടുക്കൊണ്ടു നോക്കിയേ. ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു അമ്മയുടെ നിന്നുള്ള ഒരു ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ പേളിക്കുട്ടീനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമല്ലോ. രണ്ട് മൂന്ന് ദിവസമായിട്ടേ നമുക്ക് ഇങ്ങനെ അടിച്ചു വരാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തിട്ടേ. അപ്പോൾ പക്ഷേ ഇത് നമ്മുടെ ഈ പുല്ലില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇല ഇട്ടാലും പുല്ലും നാശാവേ. അപ്പോൾ ഇലയൊക്കെ കണ്ടില്ല നല്ല ചീച്ചിൽ. 2-3 ദിവസം കൊണ്ട് തന്നെ ചീച്ചിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ചെറുതായിട്ടൊരു തോർച്ച. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വൃത്തിയാക്കാന്ന് വെച്ചാൽ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങി പറമ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ ചവറടിച്ചിട്ട് അങ്ങനെ തന്നെ പോവാന്ന് വെച്ചിട്ട് പറമ്പിലേക്ക്. റൊണാൾഡോ മോനെ, റൊണാൾഡോ നീ എങ്ങനെയാ ഞാൻ അവിടെ അടിച്ചു വരണം കണ്ടത്? ഇങ്ങോട്ട് പോകണു എൻ്റെ കുട്ടികൾ. ഇവരയച്ചു വിട്ടിട്ടുണ്ടേ കുറച്ച് നേരം കിടന്ന് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്തായിരുന്നു കളിച്ചിരുന്നേ. ഇതിപ്പോൾ എൻ്റെ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ അതൊക്കെ ഇവിടെ പോന്നു. കല്യാണിയേ, കല്യാണി കുട്ടി, കല്യാണിക്ക് ചോല് വേണം അടിച്ചു വരാൻ. വേണ്ടേ? കല്യാണി ഓടിപ്പോയി, എനിക്ക് വേണ്ടേന്ന്.
ആ സിമ്പുട്ട വരുന്നേ സിംബ മോനോട് ഇതൊക്കെ അറിയാം. ഞാനിവിടെ അടിച്ചു തരാം. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും കൂടി കണ്ടപ്പോളേ നമ്മളുണ്ടല്ലോ അടിച്ചു വരി മുഴുവനാക്കണേക്കാളും മുന്നായിട്ടിട്ട് വലിയൊരു മഴ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ളൊരു മഴ പെയ്തു പോയി. കാരണം നമ്മുടെ റോട്ടിലേക്ക് വെള്ളം നിൽക്കണേ. ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ അല്ല, റോട്ടിൽ വെള്ളം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോവും. നമുക്ക് ശല്യമൊന്നും വന്നിട്ടില്ല കേട്ടോ മഴയെ കുറിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളോട് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഓറഞ്ച് ഇപ്പോൾ കാണിക്കണില്ലല്ലോ നമ്മുടെ വീഡിയോയിൽ, ഇപ്പോൾ ഓറഞ്ച് ഒന്നും ഇല്ലേന്ന്. ഇതാ ഓറഞ്ച് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് പൊട്ടിക്കേണ്ട പ്രായമായിട്ടില്ല, നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് തൊട്ട് കാട്ടി തന്നെ കൈ കൊണ്ട്. കാരണം എന്താണെന്ന് അറിയോ, ഇലയുടെ കളർ തന്നെയാണ് നമ്മുടെ ഓറഞ്ചിനെ. ഒറ്റടിക്ക് പിടിക്കുമ്പോൾ ക്യാമറയിൽ പതിയുണ്ടോയെന്ന് എനിക്കറിയില്ല, നിറച്ചുണ്ട്. ഇതെവിടേക്കൊക്കെ നീങ്ങി കഴിഞ്ഞാൽ ഇതാ ഓറഞ്ചാട്ടാ. അതിപ്പോൾ എല്ലാ കടയുമ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതേ അപ്പുറത്തേക്ക് കണ്ട അങ്ങനെ നോക്കുമ്പോൾ കാണാം നിറച്ചാണ് ഓറഞ്ച് നിൽക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഓറഞ്ച് വണ്ടികൾ പോകുമ്പോൾ കൊഴിയുന്നത് വേറെ, അത് മാത്രമല്ല ഈ മഴയത്തും കുറേ ഓറഞ്ചുകൾ കൊഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഈ കൊഴിഞ്ഞെടുക്കണ ഈ ഓറഞ്ചിന് നല്ല നമ്മുടെ ഓറഞ്ചിൻ്റെ കളർ വരും. പക്ഷെ ഇത് തിന്നാൻ പറ്റില്ല. നമ്മൾ അത് ചള്ളിൽ വീണിട്ട് മഞ്ഞ കളർ കയറിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മളിതുമ്പോൾ നിന്ന് നന്നായിട്ട് ഈ ഒരു കളറായിട്ട് പൊട്ടിക്കാന്ന് വെച്ചാലോ അപ്പോഴും കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു മൂപ്പാകുമ്പോൾ നമ്മൾ പൊട്ടിച്ച് വയ്ക്കും. അപ്പോഴാണ് നമുക്ക് ഈ ഓറഞ്ച് കഴിക്കാൻ പറ്റുക. മധുരം നല്ല രസമുണ്ടോ. പണ്ട് എത്രയൊക്കെ കൊഴിഞ്ഞു, കുറേ അടിയിൽ വേണ്ട ഇതൊക്കെ ഇങ്ങനെ അതേ കളർ കൂടി കയറാൻ പറ്റില്ല, അത്രയും ചള്ളിൽ കൊഴിഞ്ഞു. കുറേ കൊഴിഞ്ഞ് അങ്ങനെയും പോയിട്ട മഴയത്ത്. ഇപ്പോൾ ഈ താഴേക്ക് നോക്കിയാൽ നമുക്ക് ഇത്രയും താഴ്ത്ത് വരെ ഉണ്ടാവുക. കണ്ട ഈ ഒരു കൊലയമ്മയ്ക്ക് കണ്ട. നമുക്കിപ്പോൾ എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് നിറച്ചായിട്ട് റോട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് വണ്ടികൾ പോകുമ്പോൾ അതുമ്മേ ഉരയുക, എന്നിട്ട് അങ്ങനെ ഓറഞ്ച് താഴേക്ക് അങ്ങനെ വീട് പോയി തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അവരിപ്പുറത്തായാലും ആ ചെറിയ തൈമയിലും ഓറഞ്ച് ഉണ്ട് കേട്ടാ. എന്താ പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ എല്ലാ ഓറഞ്ച് തൈമയും ഓറഞ്ച് ഉണ്ട്, ഒന്നും ഒരു കുറവില്ല. ഇനിയിപ്പോൾ ഇത് അടുത്തൊരു മഴയും കൂടി വന്നു തുടങ്ങി, ഞാൻ വേഗം ചവറ് വാരിയിട്ട് നമ്മുടെ പറമ്പിൽ കൊണ്ടുവരട്ടെ. ഈ ചവറുണ്ടല്ലോ നമ്മുടെ പറമ്പിൻ്റെ അറ്റത്തേക്ക് നമ്മുടെ മുളക് വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഇട്ട് കൊടുക്കാനാ. നമ്മുടെ റംബൂട്ടാൻ കൊഴിഞ്ഞു പോണോക്കിയേ, ഒരു ലക്ഷയിലേട്ടാ നിറച്ചൊക്കെ കൊഴിഞ്ഞു പോയി. നമുക്ക് നെറ്റ് ഇടുന്ന ചേട്ടൻ വന്നില്ല, നമ്മുടെ റംബൂട്ടാൻ മുഴുവൻ പോവാണ് നിലത്ത് കൊഴിഞ്ഞ്. കിളികൾ തിന്നിട്ട് അങ്ങനെയും. നമ്മുടെ വേപ്പ് നോക്കിയേ, മഴ പെയ്തിട്ട് വെള്ളം കൂടി ഇപ്പം ഇങ്ങനെ തൂപ്പ് ഇങ്ങനെ അടിയിലേക്ക് കൊമ്പൊടിയാവോ വെയിറ്റ് കൊണ്ട്. പിന്നെ ഇതൊരു നല്ല പപ്പയായിരുന്നു കേട്ടോ. ഈ പപ്പത വാടിപ്പോയി, ഒരു പിടിച്ചു. പപ്പകൾ പിന്നെ വേഗം ഒരു പിടിക്കും. ഈ മുളകേ നമ്മുടെ നല്ല നീളമുള്ള മുളകില്ലേ, അതിൽ പെട്ടിട്ടുള്ള മുളക് കേട്ടാ കണ്ട ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടേ ഒരു പിടിച്ച് പോകാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മുന്നേ, അതിനുള്ള ശക്തിയുള്ള മഴ പെയ്തിട്ടില്ല നമുക്ക് ഈ പ്രാവശ്യം. നമ്മുടെ ഇപ്പുറത്തെ തോട് നോക്കിയേ, തോടിൽ ഏതാണ്ട് ഇതേപോലെ നിറച്ച് വെള്ളമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ തോടൊക്കെ ഇല്ലേ, പാലത്തിൻ്റെ ഒപ്പം വരെ വെള്ളം വരാറുണ്ട് നമുക്ക് മഴ പെയ്യുമ്പോൾ. അപ്പോഴാണ് നമ്മുടെ പറമ്പിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ ആവാറുള്ളത് കേട്ടാ. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നമുക്ക് നോക്കി കാണുക. എത്ര രസമുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഈ ബാക്ക് പാടം തോടും ഒക്കെയും കൂടി കാണുകയാണെങ്കിൽ. എത്ര നേരം വേണമെങ്കിലും നമ്മൾ നോക്കി നോക്കി ഈ ഒരു ഭാഗത്തേക്ക്. അപ്പം ഇനി ബാക്കി കുറച്ചുകൂടി ചവറുണ്ട്, അതോട് കൊണ്ടുവരട്ടെ.
നമ്മുടെ അടുത്തൊരു ചേന കണ്ട, 2 ചേന, നല്ല വലിയ ചേനയായിരിക്കും ഇത്. മാമുണ്ണണ്ടി വിഷ്ണു, ഞങ്ങൾക്ക് വിശപ്പൊന്നും അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സങ്കടം പറയും, വിശക്കണ്ടേന്ന് അല്ലേ. ഇങ്ങനെ പ്ലേറ്റൊക്കെ ശരിക്കും വെച്ച വേഗം മാമുണ്ണല്ലോ. കല്യാണ കുട്ടി കഴിച്ചു. ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ ചിക്കനുണ്ട്, തൈരുണ്ട്, പിന്നെ നമ്മൾ എന്ത് വെജിറ്റബിൾസ് ആണോ അതൊക്കെ വേവിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുക. 3 നേരം ചിക്കൻ ഉണ്ടാവും, അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ വേവിച്ച് കൊടുക്കുക. ഒരുമിച്ച് വെച്ച് കൊടുക്കണത് എപ്പോഴും നല്ലതേ. അപ്പോൾ അവർ വേഗം കഴിക്കും. എന്നാൽ വേഗം കഴിച്ചില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, ആ ഒരു ഇതിൽ വേഗം കഴിക്കും. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് അവിടെ കൊടുത്ത് ഇവിടെ ആയിട്ടോ നമ്മുടെ പേളിക്കുള്ളത്. പേളിക്കുട്ടിക്ക് പിന്നെ സ്പെഷ്യലായിട്ട് അങ്ങോട്ട് നീക്കി തന്നെ കൊടുക്കും. അവൾ അവിടെ കഴിച്ച് കുറച്ച് നാൾ ശീലിച്ചിട്ടേ. എന്നാ പേളിക്കുട്ടി വാ, പേളിക്കുട്ടി വാ. പേളിക്കുട്ടി അവിടെ കഴിച്ചു കേട്ടാ. ടൈസിനും ആംബ്രൂസും പിന്നെ അവർക്ക് ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കണം. ടൈസിന് ആംബ്രൂസിന് കഴിച്ചു. ഇവർക്കും അവരെപ്പോഴെ തന്നെ ആയിട്ട് ഇവർക്ക് ഓരോ കോഴിക്കാലും കൊടുക്കും ചോറിൻ്റെ കൂടെ. അവർ പോലെ ഏറ്റവും ലാസ്റ്റ് എടുക്കുള്ളൂ ആ കോഴിക്കാല് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട്. ആംബ്രൂസ് പക്ഷെ അങ്ങനെയല്ല, അവന് ആദ്യം കോഴിക്കാലടിക്കും എന്നിട്ട് ചോറിനുള്ളോ. ഇവരൊക്കെ ആംബ്രൂസും ടൈസനൊക്കെ ഒത്തിരി പ്രായമായിട്ട്, അവർക്കൊക്കെ 12 വയസ്സൊക്കെ ആയി. അവർ വയസ്സന്മാരായി. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് നടക്കണമൊക്കെ ഉണ്ട് അവരും. പേളിക്കുട്ടിക്ക് പിന്നെ കുറച്ചും കൂടിയും അവളുടെ ആരോഗ്യം കുറച്ചും കൂടി നന്നായി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുക്കൂട്ടാ. ഇനി നമുക്കിടല്ലോ നമ്മുടെ ആ പുതിയ ചാനലിൽ പാചകം ചെയ്യാനാട്ടോ പോണത്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ആദ്യം ഹായ് പറയുന്നത് ഉഗാണ്ടയിലുള്ള ജീന ജോർജിനാണ്. അപ്പോൾ ഹായ് ജീനേച്ചി ആണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉഗാണ്ടയിൽ നമ്മുടെ യൂണിക് ഫാമിലിയിലെ കുറേ മെമ്പേഴ്സുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഉഗാണ്ടയിലുള്ള നമ്മുടെ യൂണിക് ഫാമിലിയിലെ എല്ലാവർക്കും ഹായ്. ഇനി നമുക്ക് അമ്മയോടാട്ടോ ഹായ് പറയാനുള്ളത്. ലക്ഷ്മിക്കുട്ടി നായർ, ഹായ് ലക്ഷ്മിക്കുട്ടി അമ്മ. പാലക്കാടുള്ള മംഗളം രവീന്ദ്രൻ, ഹായ് മംഗളേച്ചി. അലിക്ക മലപ്പുറം, ഹായ് അലിക്ക. അപ്പം ഇനി നമ്മുടെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ, ഈ കറി വെച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ പുതിയ ചാനലിലാട്ടാ കാണാൻ പറ്റുക. ഇനി എൻ്റെ കുട്ടി പട്ടണങ്ങൾക്ക് ഉണ്ടല്ലോ ഇടനേരം ചെറുതായിട്ടൊരു സ്നാക്സ് ഉണ്ട്, ബിസ്ക്കറ്റാട്ടോ. അത് നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റിന് കേട്ടോ അവർക്ക് മേടിച്ചു കൊടുക്കുക. അവരുടെ ബിസ്ക്കറ്റ് അങ്ങനെയൊന്നുമില്ല. എവിടെ കല്യാണിക്കുട്ടി? നെയ്മർക്കുട്ടം കൊണ്ടു. കല്യാണിക്കുട്ടി ഇത്തിരി സ്ലോവാണേ, പതുക്കെ കടിച്ച് പതുക്കെ ഒരു സ്ഥലത്ത് കണ്ട ഒതുങ്ങി പോയിരിക്കും അവളിത്. ഇങ്ങനെയൊക്കെ അവൾ കഴിക്കുള്ളൂ, അവളെ പ്രത്യേകം ശ്രദ്ധിക്കണം. റൊണാൾഡോ, തെറ്റേ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കണേ. ആരും വലിയ ശല്യമില്ല, ഓരോരുത്തർ കിട്ടി പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് അടുത്ത ആൾക്കാർ. മെസ്സി കൂട്ടെ. ബോൾട്ട് മോൻ ആരും പഠിക്കണ്ട. എന്നെ ബോൾട്ടിനെ. ഓ മർഡോണയുടെ കഴിഞ്ഞോ? എന്താ റൊണാൾഡോയ്ക്ക്, എന്താ മർഡോണയ്ക്ക്. റൊണാൾഡോയ്ക്ക് ഇത്തിരി സ്പീഡ് കൂടുതലാട്ടെ. ഞങ്ങൾ ചെടുപ്പിടുത്തന്നെ കഴിക്കും അല്ലേ റൊണാൾഡോ? അത് കാരണം ഞങ്ങളെല്ലാവരേക്കാളും വിട്ട് ഇത്തിരി സൈസ് കൂടുതലാണ്. എന്നാ ബോൾട്ട് മോനെ. എന്നാ മെസ്സിക്കുട്ട ഫ്ലൈറ്റിന് മേടിച്ചു. മെസ്സിക്കുട്ട എന്നാ റൊണാൾഡോ. മെസ്സിക്കുട്ട അടിയിൽ കൊഴിയണത് മേടിച്ച് കഴിക്കണേ.
കല്യാണിക്കുട്ടിക്ക് കണ്ട കല്യാണിക്കുട്ടി പോവോ അയ്യോ അത് കഴിഞ്ഞ് വീട് പോയി പാവോ മർഡോണ റൊണാൾഡോ ബോൾട്ട് നെയ്മർ പ്ലാറ്റ്നി എന്നാ പ്ലാറ്റ്നിക്ക് ഓരോന്നുകൊണ്ട് കൊടുക്കും ഈ ഒരു പാക്കറ്റ് എല്ലാവരും കൂടി അവസാനിപ്പിക്കും കേട്ടാ ഒരു പാക്കറ്റ് വേണം അവർക്ക് അതാ ബോൾട്ട് മോൻ്റെ കഴിഞ്ഞു മർഡോണ മോനെ ഒതുങ്ങിയിരിക്കും വലിയ ശല്യമൊന്നുമില്ല കല്യാണിക്കുട്ടിയുടെ അടുത്തത് കഴിഞ്ഞു കല്യാണിക്കുട്ടി അയ്യോ ഡാ മെസ്സിക്കുട്ടിയെ കല്യാണിക്കുട്ടി എടുക്കണ്ട മെസ്സിക്കുട്ടനെ നെയ്മർ മോനെ എൻ്റെ റൊണാൾഡോ മോനെ മർഡോണ മോനെ ബോൾട്ട് മോനെ നെയ്മർ കുട്ടവാ നെയ്മർ മോനെ മെസ്സി കൂട്ടനെ എൻ്റെ ബോൾട്ട് മോനെ കല്യാണിക്കുട്ടിക്ക് റൊണാൾഡോ മോനെ റൊണാൾഡോ ഇല്ല മറഡോണ മോനെ തെറ്റി പോകും എനിക്ക് എപ്പോഴും റൊണാൾഡോ മോനെ റൊണാൾഡോ മോനെ മെസ്സി കുട്ടനെ കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി നെയ്മർ കുട്ടൻ മേടിച്ച് പോയി ലാസ്റ്റ് ഞങ്ങളിങ്ങനെ വീടെത്തി കഴിക്കും അല്ലേ അങ്ങനെ കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു ഫിനിഷിങ് കണ്ടോ ഞങ്ങളുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇങ്ങനെയാട്ടോ ഞങ്ങൾ കഴിക്കുക ഇനി എനിക്ക് ആ പറമ്പിലേക്ക് പോകണം നമുക്ക് അവിടെ കുറച്ച് പോയിട്ട് മുളകൊക്കെ നടാനുണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് പോവാം എല്ലാവരും ഇവിടെ ഇരുന്ന് നല്ല കുട്ടികളായിട്ട് ഇരുന്നോളോട്ടെ ഞാൻ വരുന്നവരെ കേട്ടല്ലോ കഴിഞ്ഞല്ലോ ഒരു പാക്കറ്റ് അല്ലേ നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ചപ്പാത്തി തിന്നും അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് ഒരു കൺട്രോളില്ല കേട്ടാ ഇപ്പം അവർ വളരുന്ന പ്രായമല്ലേ അതനുസരിച്ച് ചിലർക്ക് കൂടുതൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും പിന്നെ കാലത്ത് ഇവർ ഇറക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഈ സ്ഥലം ഇപ്പം കണ്ട ഇതേപോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും നോക്കണ്ട കേട്ടാ അതേപോലെ ആക്കിട്ടോ ഇന്നതേ ഇവിടെ നിന്ന് ഒരു ചട്ടിക്ക് വലിച്ച് വരി കൊണ്ടുവന്നിട്ടുണ്ട് ദേ ഒരു പൈനാപ്പിളിൻ്റെ ഒരെണ്ണം നടണം വെച്ച് അതൊക്കെ ഇവിടെ നോക്കി കൊടുത്തോട്ട് വന്നിട്ടുണ്ട് ക്യാരറ്റ് കഴിച്ചിട്ടില്ലല്ലോ കഷ്ണം ഉണ്ടല്ലോ ബാക്കി നമുക്കേ ഇതാ നമ്മുടെ കൂടെ പേളിക്കുട്ടി വന്നു പേളിക്കുട്ടിനെ കണ്ടിട്ട് നമ്മുടെ ചാറിൽ അപ്പുറത്തുനിന്ന് കുറയ്ക്കണതാണ് സൗണ്ട് കേൾക്കണത് അപ്പോൾ നമ്മൾ നോക്കിയത് ഇതേപോലത്തെ കേട്ടോ മുളകും തൈകൾ നടണത് നമ്മൾ സാധാരണ നടാറില്ല നമ്മുടെ കിഴക്കുമുളക് അതേപോലത്തെ കിഴക്കുമുളക് പേളിക്കുട്ടിയെ ഇവിടെ കഴുത്തിലിട്ട് ബെൽറ്റ് അവിടെ ഊരിപ്പോയാവോ ബെൽറ്റ് ഊരിപ്പോയല്ലോ ഞാൻ ഇട്ടേൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മുളകിൻ്റെ പേര് സീറാന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുളകും തൈകൾ നടനേക്കാളും മുന്നേ ആയിട്ട് നമുക്കുണ്ടല്ലോ ഇവിടെ നമ്മുടെ മുന്നേ തക്കാളി തൈക്ക് നട്ട സ്ഥലം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് നല്ല മഴയും വരുന്നുണ്ട് ഞാൻ കത്തി എടുക്കട്ടെ കത്തി നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടില്ലേ ഈ പറമ്പിൽ സാധാരണ നമ്മളൊരു കത്തി ഉപയോഗിക്കാറുണ്ട് ആ കത്തിനെ എടുക്കണം പോയി തപ്പട്ട കത്തി എവിടെയാണ് പേളിക്കുട്ടിയുടെ ബെൽറ്റ് എവിടെ പോയി പേളിക്കുട്ടിയെ ബെൽറ്റ് എന്തോരം തക്കാളി കിട്ടിയിട്ടുള്ളതാ നമുക്കിത് മുന്ന് ഓർമ്മയുണ്ടാവും സ്ഥിരം വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് നമ്മളിങ്ങനെ കമ്പിയൊക്കെ വെച്ച് കയറൊക്കെ കെട്ടിയിട്ട് ഇടയിൽ അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ട ചേനയ്ക്ക് നമ്മുടെ ഇതാ വലുതായിട്ടുണ്ട് ചാണൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കണം പിന്നെ ഉണ്ടല്ലോ ഇത് ഞാനിങ്ങനെ വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഞാനിപ്പോൾ നമ്മുടെ ചേനയ്ക്കൊക്കെ ചാണിട്ട് ഇടുമല്ലോ അപ്പോൾ ഷായിട്ടിന് ഇവിടെ വൃത്തിയാക്കാനൊക്കെ സുഖവേഗം ചെത്തി വൃത്തിയാക്കി എടുക്കാനും ചെയ്യാമല്ലോ മഴ വരുമ്പോഴേക്കും ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നടന്നാൽ മതിയായിരുന്നു ചാർലി ഡാ കുറയ്ക്കാതിരുന്നേ ഓ എന്ത് വലിയ പുല്ല
പിന്നെ ഈ കൊള്ളിത്തറി ഇതൊക്കെ നമ്മൾ അന്ന് നമ്മുടെ തക്കാളി തൈ നട്ട സമയത്ത് അതിന് താങ്ങ് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ കളയാണ്. നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാലും കിട്ടും, പക്ഷേ നിർത്തണില്ല. ഒരു വലിയൊരു കാടായിരുന്നു ഇവിടെ. കാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാടല്ല, നമ്മൾ ഈ കയറ് ഇങ്ങനെ കെട്ടിയതിൻ്റെ അതിലേക്ക് കുറേ വള്ളികളൊക്കെ പടർന്നതിൻ്റെ കേട്ടാ. അപ്പോൾ കണ്ടത് നോക്കിയേ ചേന നല്ല 2 വരി. അത് ഇപ്പോഴല്ല കേട്ടോ, ഇനിയിപ്പോൾ ഞാൻ ചാണകം ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ മുന്നേ, ഷായിട്ട് മണ്ണൊക്കെ ഇട്ട് വൃത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ കാട്ടിത്തരാം. മിക്കത് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മളിവിടെ വൃത്തിയാക്കി ഇത് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് അറിയാം, ഇന്നിപ്പോൾ ഞാൻ ചാണിട്ട് പോകും, ഷായിൻ്റെ ഒഴിവിന് വന്നിട്ട് ഷായിട്ട് പിന്നെ മണ്ണൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഇത് ഇവിടുന്ന് വാരി നിൽക്കട്ടെ. കുറേ ഭാഗം വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ചീരക്കടയാണ്. അത് എപ്പോഴും നോക്കിയേ ഹൈറ്റ് കതിരൊക്കെ വന്നിട്ട്. ശരിക്കും ചേനയ്ക്ക് ചാണേണ്ട ഒരു ടൈം കഴിഞ്ഞു. ഞങ്ങൾ നേരം വൈകിരിക്കാട്ടോ ഇടാനായിട്ട്. നമുക്ക് ആ ഒരു ഒഴിവിൻ്റെ ഒരു പ്രശ്നം, അതുകൊണ്ടാണ് ഇവിടെ ഒരു കാപ്പിയും കൂടി നിൽക്കുന്നുണ്ട്. നമ്മൾ കയറ് കെട്ടാൻ വേണ്ടിയിട്ട് അന്ന് കമ്പിയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതാണിത്. ഈ ചാണുണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തേട്ടാ. അപ്പോഴും കണ്ട പൊടി പൊടിയായിട്ടിരിക്കണ. ഇതേപോലെ മഴ കൊണ്ടിട്ടു നന്നായി ഉണങ്ങി കിടന്ന കാരണേ മഴ കൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആക്കുമ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ചവറ് പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ വെറുതെ അടിച്ച് കൂട്ടിയാൽ മതി. അവിടെ കടക്കിലേക്ക് അത്ര ചവറ് കഴിഞ്ഞ് നോക്കണേ. ഒരു 4-5 ബക്കറ്റ് കൂടി വേണ്ടി വരും എല്ലാവരുടെ കടക്കിലേക്ക് ഇട്ട് വരണമെങ്കിൽ.
അപ്പോൾ നമ്മുടെ ചേനയ്ക്ക് എന്താ പറയുക ചാണ ഇടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ മുളകും തൈകൾ നടാം നമുക്ക്. അപ്പം നമ്മുടെ ഈ മുളകും തൈ നമ്മൾ പാവിത്തൊന്നല്ല കേട്ടോ, നമ്മൾ മണ്ണുത്തിൽ നിന്ന് മേടിച്ചതാണ്. ഒരു തൈയുടെ വില എന്ന് പറയുന്നത് 1,50 കേട്ടോ. അപ്പോൾ ഇതിൽ 100 തൈയാണ് നമ്മളിപ്പോൾ നടാൻ പോണത്. നമ്മളെ പാവിയിട്ട് എന്താ പറയുക ഉണ്ടാവണേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മേടിച്ച് വയ്ക്കുമ്പോഴാണ്. പിന്നെ ഇപ്പോൾ മഴയ്ക്കല്ലേ, പാവിയിൽ ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങനെ നന്നായിട്ട് മുളച്ച് കിട്ടണമെന്നില്ലേ. പിന്നെ ഒരു കാര്യം, നമ്മളിവിടുത്തെ മുളക് കഴിഞ്ഞ വർഷം നട്ട മുളക് നമ്മൾ വലിച്ച് കളയണത്, അതേപോലെ തന്നെ ഇവിടെ കുമ്മായൊക്കെ ഇട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നട്ടുള്ളൊന്ന് പണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. നമ്മുടെ മുന്നത്തെ മുളക് നിന്നിരുന്നത് അതേ സെയിം സ്ഥലത്ത് തന്നെ. ആദ്യം കുറച്ച് കുഴി കുത്തി പോവാനാ, പിന്നെ വേഗം കൈ കൊണ്ട് കുറച്ച് മൂടാലോ. കുഞ്ഞ് തൈകളാട്ടാ. മഴ പെയ്യുമ്പോൾ കണ്ട വെള്ളം നിൽക്കണേ, അതാണ് ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ ഇനിയിപ്പോൾ മുളകും തൈ നട്ട് കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ വെള്ളേ ഓറ് പിടിക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ മുളകും തൈകൾ നട്ടിൽ കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഇതിന് മുന്നേ നമ്മൾ ഇതേ സ്ഥലത്ത് നട്ടു കൊടുത്തത് ഇതേ പേരുള്ള സിറാന്ന് പേരുള്ള നമ്മുടെ മുളക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മളിവിടുത്തെ മുളകൊക്കെ മുളകിൻ്റെ കടയ്ക്ക് വലിച്ച് കളയണ സമയത്ത് ഇവിടെ നമ്മൾ മുളക് തന്നെയാണ് നട്ടു കൊടുക്കണതെന്ന്. സാധാരണ ആ ഒരു എന്താണ് നമ്മൾ നട്ടു കൊടുത്തത് അതേ സാധനം തന്നെ അതേ സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളത് സാധാരണ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അത് മാത്രമല്ല, മാവിൻ്റെ അടിയിലാണ് നമ്മൾ മുളകും തൈകൾ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് അട്ടറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വെയിലടിയൊക്കെ നന്നായിട്ട് നമുക്ക് വേണ്ടി വരും. പക്ഷെ മുളകിന് അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് കുറവ് മതി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ ഈ മുളകും തൈകളെല്ലാം നടന്നത്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ പപ്പായ പഴുത്തൊക്കെ ഉണ്ട്, അത് പൊട്ടിച്ചിട്ട് വീട്ടിൽ പോവാം. പിന്നെ നമ്മളിങ്ങനെ ഓരോ തൈകളൊക്കെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മുളക് കേട്ടോ, ഇത് നമ്മൾ നട്ടത് കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ ആ മുളക് ഇത്രയും വലുപ്പമായി. അപ്പോൾ നമ്മുടെ പപ്പായ ഇതാ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കണം. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വെള്ളം നിൽക്കുന്ന ഒരു പപ്പയമ്മ അതേപോലെ ഒരു കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ആ കായും പൊട്ടിച്ചെടുക്കണം. അതുകൂടി പൊട്ടിച്ചിട്ട് പോവാം നമുക്ക്. ഈ ഒരു പപ്പാട്ടാ, ഈ പപ്പയമ്മത്തെ കായിൽ ഭയങ്കര ടേസ്റ്റാണ്. അതായത് ഇതിനുള്ളിലത്തെ കുരു ഇത്തിരിയുള്ളൂ, മാംസമാണ് കൂടുതൽ, അത്രയും ടേസ്റ്റ് ഇതുമത്തെ കായ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. പിന്നെ നമ്മുടെ ഇതേ പപ്പായ പോലത്തെ ഒരു പപ്പായനായിട്ട് ഇതും അതെ, നമുക്ക് നന്നായിട്ട് താഴെ നല്ല ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. പേളിക്കുട്ടി നീ വരുന്നില്ലേ? പേളിക്കുട്ടി അവളവിടെ എന്താ പറയുക, പുല്ലൊക്കെ മേഞ്ഞ് നടക്കുക, വല്ലതും തിന്നാനായിട്ട് കിട്ടുമെന്ന് പറയാം. ബെൽറ്റ് കുറേ നാളിട്ടിട്ട് കഴുത്തിൽ ബെൽറ്റ് ഇല്ലാണ്ട് പ്ലേക്ക് കാണാനായിട്ട് ഒരു ഭംഗി കുറവ് പോലെ തോന്നുന്നു അവളെ കാണുമ്പോൾ. ചെന്ന വൈകി വേഗം ബെൽറ്റ് ഇട്ട് കൊടുക്കണം. വാ പോവാം നമുക്ക്.
കുടയും ബക്കറ്റൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് ഓടുക ചെയ്യാട്ടാ. ഇവിടെ കാണുമ്പോഴേക്കും അവിടെ കാണാം, അവിടെ കാണുമ്പോഴേക്കും ഇവിടെ കാണാം. അതേപോലെയാ അമ്മ മക്കളുടെ കളിതേ. എന്താണ് എന്താണ് ഭയ്യ ഫ്ലൈറ്റിന് വാ. എവിടെ നമ്മുടെ കല്യാണിക്കുട്ടി? എവിടെ മെസ്സിക്കുട്ടി ഉണ്ടല്ലോ. കല്യാണിക്കുട്ടി എവിടെ പോയേ? കല്യാണിക്കുട്ടി എവിടേക്ക് പോയി നോക്കട്ടെ. ബാക്കി എല്ലാവരും കൂടി ഉണ്ട്. പേളിക്കുട്ടിയാണെങ്കിൽ തന്നെ ഉള്ളു അവിടെ. ഇങ്ങനെ ഓടല്ലേ? ആ അതേ കല്യാണിക്കുട്ടി അവിടെ കിടക്കുന്നുണ്ട്. എന്തോ കിട്ടീൻ്റെ കല്യാണിക്കുട്ടിയുടെ വായിൽ ഞാൻ നോക്കട്ടെ. അതാണ് അവിടെ അലങ്കാട് കിടക്കണേ. കല്യാണിക്കുട്ടിയെ എന്നിട്ട് കിട്ടിയാണ് എൻ്റെ മോൾക്ക്. എന്താ കിട്ടിയുണ്ട്? ആ കണ്ട, അവൾക്ക് മനസ്സിലായി ഞാൻ മേടിച്ച് കളയുന്നു. കള്ളിപ്പെണ്ണ് കൊണ്ടുവച്ചവിടെ കളിക്കുക. നോക്കട്ടെ എന്താ കിട്ടിയെന്ന്. ഞാൻ മേടിച്ച് കളയില്ല. നോക്കട്ടെ എന്താ കിട്ടിയെന്ന്. എന്താ കിട്ടി നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അമ്പടി വെള്ളത്തി അവൾ ആരുണ്ടെന്ന് അറിയപ്പോൾ നല്ല സൂത്ര കേട്ടാ. ആങ്ങളമാരെല്ലാം അവിടെ കളിക്കുക. അവൾക്ക് എന്തൊരു സാധനം കിട്ടിയപ്പോൾ ഒറ്റയ്ക്ക് കൊണ്ടു നിൽക്കുക. അവള് കല്യാണം ഓരപ്പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു കേട്ടോ. അവിടെ ചെറിയ കല്ല് പോലത്തെ ആയിരുന്നു. അത് അവൾ കളഞ്ഞു. ഞാൻ ചെല്ലുമ്പോഴേക്കും ഇല്ലടി പെണ്ണെ അതൊക്കെ അവിടെ കളിക്കണം. നമുക്ക് അവിടേക്ക് പോവാട്ടാ. കളിച്ചവരെ കൂടെ ഇവിടെ കളിക്ക്. ഗേറ്റ് കടന്ന് പോവാന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അവര്. അമ്മക്കുട്ടി കൂടി വന്ന പിന്നെ ഉഷാറായി. അച്ചടാ അമ്മയുടെ കുട്ടിപ്പട്ടങ്ങൾക്ക് ഭക്ഷണം തരട്ടെ. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളുടെ സ്ഥലം കണ്ട രാത്രി എങ്ങനെയായിട്ട് ഇരിക്കുക. ആകെ നിറച്ചഴുക്കായിരിക്കും. ആ മാമ ചോദിച്ചു തുടങ്ങി, വർത്താനം പറഞ്ഞു തുടങ്ങി. അച്ചോ അയ്യോ കാടാ വിശന്നോ എൻ്റെ കുട്ടികൾക്ക്. അപ്പോൾ രാത്രിയിൽ നമ്മളൊക്കെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ചോറ്, ചിക്കൻ, പിന്നെ നമ്മൾ എന്താണോ വീട്ടിൽ വെച്ച് നോക്കണ പച്ചക്കറി അതെന്തായാലും നമ്മളൊന്ന് കുഴയ്ക്കും. ഇതിലിപ്പോൾ ഇത്തിരി മുതിരക്കറി ഉണ്ട്, പിന്നെ ഒരു വെണ്ടക്കായ കറിയുടെ ഉണ്ട്. അതെല്ലാം ഇട്ടുണ്ട്. പിന്നെ മോര് കറിയുടെ ഉണ്ടായിരുന്നു, അതും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും ബാക്കി എല്ലാം കൂട്ടിയിട്ടാണ് അവർക്ക് കൊടുക്കുക. എന്തും കഴിച്ചോളൂ അവർ. എന്ത് പച്ചക്കറിയും കഴിച്ചോളും. എന്ത് കടലയായോട്ടെ, പയറായോട്ടെ, മുതിരയായോട്ടെ, എന്താണോ ആ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വെച്ച് എന്ത് ഫുഡും ഇവർക്ക് ഈ കൊടുക്കണേലുണ്ടാവും. വെവ്വേറെ പാത്രത്തിലേക്ക് ആദ്യം കൊടുക്കാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. ഒറ്റ പാത്രമായിട്ട് തിന്നാണെങ്കിൽ അത്ര ഇഷ്ടം അവർക്ക്. എങ്ങനെ പോണേ വന്ന് തിന്നെ. മർഡോണ വേഗം തിന്നെ. ഡാ മർഡോണ വന്ന് തിന്നെ. തിന്നെ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ എല്ല് കൊടുക്കൂട്ടാ. അപ്പം ഞാൻ അതെടുത്തിട്ട് വരട്ടെ. അടുത്തമ്മേനെ അമ്മയുടെ കുട്ടികൾ വാ. എല്ല് കല്യാണിക്കുട്ടിക്ക്. അയ്യോ കല്യാണിക്കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ല. രണ്ടാൾക്ക് ഇതിന് എല്ലാവർക്കും തരുന്നതല്ലേ. എൻ്റെ കല്യാണിക്കുട്ടിക്ക് വേഗം കൊണ്ട്. കല്യാണിക്കുട്ടി ഒതുങ്ങി പോയി തിന്നോട്ടെ. ചെക്കന്മാരുടെ നീങ്ങിന്നോ. കഴിഞ്ഞു. അല്ല ഷായേട്ടനും കൂട്ടിയിട്ട് ഇതാ പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷായേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കടന്നപ്പോൾ ഒരു പാമ്പും കുട്ടി. ഷായേട്ടൻ ശരിക്കും എന്നെ ചവിട്ടി. അത് കാരണം എന്താ പറയുക, ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഷായേട്ടന് ചവിട്ടിയിട്ട് ഷായേട്ടൻ കാലെടുത്ത വഴിക്ക് ഞാൻ പറയാം അയ്യോ ഇതേ പാമ്പെന്ന്. പക്ഷെ അത് ആ ചവിട്ടിൽ അത് ഇലക്കില്ലാണ്ട് ആയിണ്ട് ഇട്ടാ. കണ്ടാ നമ്മളറിയാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടൻ കണ്ടാ നല്ലൊരു സൈസ് പാമ്പാട്ടാ ഇത്. കുട്ടിയായ കാരണം ശരിക്കും ആ കാലിങ്ങനെ ആയ കാരണം. അയ്യോ ഇതാ പേളിക്കുട്ടി നീ ചവിട്ടി. പേളിക്കുട്ടി എന്താ പെട്ടെന്ന് ചവിട്ടിയപ്പോൾ അത് മലർന്നു. അത് എനിക്കോട്ട്
എവിടെ ആ നമ്മുടെ കുട്ടന്മാർ ഇറങ്ങിയിട്ട് എങ്ങനെ അമ്മയുടെ പിന്നാലെ പേളിക്കുട്ടി മക്കളെയും കൊണ്ടുപോകാൻ നോക്കണേ വാ വയ പേളിക്കുട്ടി പാമ്പ് ഇങ്ങോട്ട് നീക്ക് പേളിക്കുട്ടീനെ കൊണ്ടുവാ ഇതിൽ വാ പേളിക്കുട്ടിയെ ചവിട്ടണ്ട ഇതിൽ പോലെ പേളിക്കുട്ടി അവിടെ പാമ്പ് നീ എന്നെ ചവിട്ടിയോ വിളിക്കട്ടെ നീങ്ങി വാ എന്നെ മോളെ പഠിച്ച ഇതിൽ നമുക്ക് ഇടുന്നോ വീണ്ടും എന്താ പറയാ പാമ്പുകളെ കണ്ടു തുടങ്ങി നമ്മുടെ വീട്ടിലിപ്പോൾ പേടിയായി തുടങ്ങി അത് നല്ല സൈസ് പാമ്പായിട്ടത് അപ്പം ഞാൻ ഷൈഡിനൊന്ന് പുറത്ത് പോവാ അല്ലുവിന് ഭക്ഷണം കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കുറേ നേരം പറയണം അവർക്ക് പേളിക്കുട്ടിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല അവർക്ക് നമ്മൾ കുട്ടികളെ കൂട്ടിയെ കയറ്റിയതിന് ശേഷം അവൾക്ക് ഭക്ഷണം കൊടുക്കുള്ളൂ കാരണം എന്താണെന്നറിയോ അവർക്കൊരു പുതിയൊരു സ്വഭാവം അവൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അത് കൊണ്ടുണ്ട് കുട്ടികളുടെ അടുത്ത് വന്നിട്ട് അവർക്ക് കാന്നു കൊടുക്കണം അപ്പം അത് കാരണം കുട്ടികളെ കൂട്ടിലാക്കിയിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അതിൽ അവൾ കഴിക്കി അപ്പം അതിലും കഴിച്ചു തുടങ്ങി അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അടുത്ത ദിവസം എടുക്കേണ്ടിയിട്ട്